ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ദഹിൻ വടയാണ്. അതേപോലെ തന്നെ നമ്മളെ തൈര് വട അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു വടയാണിത്. അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ശരി, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരാം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി ഞാൻ ഒരു 5-8 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലൂസായി പോവാതെ നോക്കണം. ഒഴിച്ച് നമ്മൾക്കിതെല്ലാം അരച്ച് കൊണ്ടുവരാം. നമ്മളെ ഉഴുന്നൊക്കെ നല്ലതുപോലെ ഞാൻ അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് നമ്മളെ കാഷ്യൂനട്ടും അതേപോലെ 1 ടീസ്പൂണ് തന്നെ നമ്മളെ ഉണക്കമുന്തിരി കിസ്മിസ് മുന്തിരിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് മിക്സാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തൊരു പാത്രം എടുത്ത് ഞാൻ അതിലേക്ക് നമ്മളെ മിൽക്കി മിസ്റ്റിൻ്റെ 500 ഗ്രാമിൻ്റെ ഒരു തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്കതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നോക്കണം. നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ തൈരൊക്കെ നല്ലതുപോലെ ഞാൻ ഉടച്ച് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വട ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ഉഴുന്ന് മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ചീനച്ചട്ടിക്ക് പിടിക്കുന്ന രൂപത്തിലെല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലതുപോലെ 2 വശവും ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. രണ്ടാമതും ഞാനെല്ലാം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഉഴുന്ന് വടയൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ മുക്കാലത്തോളം വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മളെ വടകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അതിൽ സോക്ക് ചെയ്തിട്ട് വെക്കാം. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ വടയും ഇതേപോലെ എടുത്ത് വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ തൈരിൻ്റെ കൂട്ടിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളെ ഉഴുന്ന് വടയൊക്കെ ഞാൻ തൈരിൻ്റെ മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം വടക്ക് കംപ്ലീറ്റ് എല്ലാ വടക്കും തൈര് പിടിക്കുന്ന രൂപത്തിൽ ഇതേപോലെ മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. പെട്ടെന്ന് ചെയ്യുന്നതാണ്. എല്ലാം സെറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള തൈരൊക്കെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പുതിനയൊക്കെ ചേർത്തിട്ടുള്ള നമ്മളെ ഗ്രീൻ ചട്നിയാണ്. ആ ചട്നിയും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈത്തപ്പഴം പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സോസാണ്, അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണേ. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഞാൻ നമ്മൾ ഓമപ്പൊടി മിക്സറുണ്ട് അതും ചേർത്ത് കൊടുത്ത് നമ്മളെ മാതള നാരങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം തന്നെ സെറ്റാക്കി നമുക്ക് ഇത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതാം. എന്നാൽ ശരി, ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.